മാനദണ്ഡങ്ങൾ പാലിച്ച് ആലപ്പാട് കരിമണൽ ഖനനം നടത്തുന്നതിൽ പൊതുസമൂഹം എതിരല്ലെന്ന് മന്ത്രി ഇ.പി. ജയരാജൻ. പരിസ്ഥിതിക്കും പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കാതെ ഖനനമാകാമെന്നാണ് സർക്കാർ നയമെന്നും മന്ത്രി വ്യക്തമാക്കി. ആലപ്പാട് കരിമണൽ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. കിരൺ ബാബു ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. കിരൺ, ആലപ്പാട് വിഷയം അത് നിയമസഭയിൽ എങ്ങനെയാണ് ചർച്ചയായത്? രഞ്ജിത്ത്, നിയമസഭയിൽ അതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തു നിന്ന് പി.ടി. തോമസാണ് അടിയന്തര പ്രമേയ നോട്ടീസായി വിഷയം നൽകിയത്. അശാസ്ത്രീയമായ ഖനനം കാരണം ആലപ്പാട് എന്ന ഗ്രാമം ഇല്ലാതാവുകയാണ്. അവിടെ ജനിച്ചു വളരുന്നവർക്ക് അവിടെ മരിക്കാനുള്ള അവകാശം പോലും ഇല്ലാതെ അവരുടെ മണ്ണ് നഷ്ടപ്പെട്ടു പോകുന്നു. 97 ദിവസമായി സമരം നടക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമരം നടക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ സമരത്തിലുണ്ട്. ഈ സമരത്തോട് അനുഭാവപൂർവ്വമായ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നില്ല. പൊതുമേഖലാ കമ്പനികളുടെ വ്യവസായ ആവശ്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അശാസ്ത്രീയമായ ഖനനമാണ് നടത്തുന്നത്. ഇതിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണം, ഈ സമരം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത്. ഇതിന് മറുപടിയായി മന്ത്രി ഇ.പി. ജയരാജൻ പറഞ്ഞത്, മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഖനനത്തിന് പൊതുസമൂഹം എതിരല്ലെന്നും ഇത് 50 വർഷമായി ഈ ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് എങ്ങനെയാണോ പെട്രോൾ അവരുടെ സാമ്പത്തിക അവസ്ഥയെ സഹായിക്കുന്നത്, അതുപോലെ കേരളത്തിൻ്റെ പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു വരദാനമാണ് ഈ കരിമണൽ. ഈ കരിമണൽ ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇവിടെ ഖനനം നടത്തുന്നത്. ഈ സമരത്തിന് ചില ബാഹ്യ ശക്തികൾ, കേരളത്തിന്റെ പൊതുവികസനത്തിന് എതിരായി നിൽക്കുന്ന ചില ബാഹ്യ ശക്തികളാണ് ഈ ഖനനത്തിനെതിരെ സമരം നടത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അവതരണാനുമതി അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. തുടർന്ന് ഇപ്പോൾ വാക്കൌട്ട് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹവും പ്രധാനമായും പറയുന്നത് കരിമണൽ ഖനനം നിർത്തണം എന്നല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്നാണ് പറയുന്നത്. മുൻ മന്ത്രി തന്നെ ഉദ്ധരിച്ച റിപ്പോർട്ടുകളടക്കം പറയുന്നുണ്ട്, ഖനനത്തിന് വേണ്ടി മണ്ണെടുത്ത കുഴികൾ മണ്ണിട്ട് മൂടിയ ശേഷം വീണ്ടും അവിടെ മരം വെച്ച് പിടിപ്പിക്കണമെന്ന്. എന്നാൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അവിടെയെല്ലാം അഗാധ ഗർത്തങ്ങളായി തന്നെ തുടരുകയാണ്. ആലപ്പാടിന്റെ ഭൂവിസ്തൃതി പകുതിയോളം കുറവുണ്ടായിരിക്കുന്നു. ഈ വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. സർക്കാർ ഈ സമരത്തിന്റെ ശരിയായ ആവശ്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഈ സമരത്തിൽ പരിഹരിക്കാനല്ല സർക്കാർ നിലപാടെടുക്കുന്നത്. സർക്കാർ അന്ധമായ എതിർപ്പാണ് ഉയർത്തുന്നത്. തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. അത്തരത്തിലാണ് കാര്യങ്ങൾ.